പത്തരമാറ്റിന്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയും നന്ദുവും തമ്മിൽ പ്രണയത്തിലാണെന്നും താൻ ഇത്രയും കാലം പൊട്ടനാവുകയാണെന്ന യാഥാർത്ഥ്യം നവീൻ മനസ്സിലാവുകയാണ്. തന്റെ ബർത്ത്ഡേക്ക് നന്ദുവിനെ ക്ഷണിച്ചപ്പോൾ അവൾ വന്നതും ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ നൽകിയതും കണ്ടപ്പോൾ നന്ദുവിന് തന്നെ ഇഷ്ടമാണെന്ന് നവീന് തോന്നുകയാണ്. അതേസമയം വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് മുത്തശ്ശനും ചേർന്ന് അവന്തികയും നവീനും തമ്മിലുള്ള വിവാഹം നടത്താൻ തീരുമാനിക്കുന്നുണ്ട്. അനന്തപുരി തറവാട്ടിലെ എല്ലാവർക്കും ആലോചന വളരെ ഇഷ്ടവുമായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് നവീൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ നവീൻ ആകെ ടെൻഷൻ ആവുകയാണ്. അങ്ങനെ അനിയെ വിളിച്ച് നവീൻ പറയുന്നുണ്ട്, എനിക്കിന്ന് ഒരാളെ കാണാൻ പോകണം, നീ എൻ്റെ കൂടെ വരണം എന്ന് പറയുന്ന സമയത്ത് വരാമെന്ന് അനി സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അനിയെയും കൂട്ടി നവീൻ നന്ദുവിനെ കാണാൻ പോകുന്നുണ്ട്. എന്താ നവീനേട്ടാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, എന്താണ് കാര്യം എന്ന് നന്ദു ചോദിക്കുന്ന സമയത്ത് നന്ദുവിനെ കാണുന്ന സമയത്ത് അനിയും വല്ലാതെ ടെൻഷൻ ആകുന്നുണ്ട്. എന്തായിരിക്കും നവീന് പറയാനുള്ളത്, എന്തിനാണ് ഇപ്പോൾ വിളിച്ചു വരുത്തിയത് എന്ന ആലോചനയിലാണ് അനി. ആ സമയം നവീൻ ആകെ വിഷമത്തോടു കൂടി പറയുന്നുണ്ട്, എൻ്റെ വിവാഹക്കാര്യം വീട്ടിൽ തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വേറൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. പെൺകുട്ടി ആരാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് നീയാണ് നന്ദു. നന്ദുവിനോട് ഇക്കാര്യം പറയാൻ വേണ്ടി ഞാൻ ഏൽപ്പിച്ചതാണ്. പക്ഷെ അവൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് പറയാമെന്ന് തീരുമാനിച്ചു. ഇനി പറയാതിരിക്കാൻ പറ്റില്ല. വീട്ടിൽ എൻ്റെ അവന്തികയുടെ വിവാഹം തീരുമാനിക്കുകയാണ്. അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്ന് പറയുന്നുണ്ട് നവീൻ. നന്ദു ആണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ പകച്ചു നിൽക്കുകയാണ്. നവീൻ പറഞ്ഞത് ഉൾക്കൊള്ളാനാകാതെ ആകെ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് നന്ദു. നവീൻ ഇങ്ങനെ തുറന്നു പറയുമെന്ന് അനി കരുതിയില്ല. അനി ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ആ സമയം നന്ദു ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇക്കാര്യം നേരത്തെ അറിയാമോ? അതെ നന്ദു, ഇക്കാര്യം വളരെ നേരത്തെ തന്നെ ഞാൻ അനിയോട് പറഞ്ഞതാണ്. പക്ഷെ അവൻ ഇക്കാര്യം നിന്നോട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. ആ സമയം നന്ദു രൂക്ഷമായി അനിയെ നോക്കുന്നുണ്ട്. അങ്ങനെ നന്ദു അവിടെ നിന്ന് പോവുകയാണ്. ആ സമയം നവീൻ പറയുകയാണ്, എന്താ നന്ദു ഇങ്ങനെ പോകുന്നത്, ഒന്നും പറയുന്നില്ലല്ലോ. നന്ദു എന്ന് വിളിച്ചുകൊണ്ട് നവീൻ പിറകെ പോകുന്നുണ്ട്. ആ സമയം നന്ദു പറയുന്നുണ്ട്, നവീനേട്ട എൻ്റെ സഹോദരനെ പോലെയാണ് കാണുന്നത്. നവീനേട്ട ഒരുപാട് സഹായം എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സഹോദര തുല്യമായിട്ടാണ് നവീനേട്ടനെ ഞാൻ കണ്ടത് എന്നൊക്കെ പറയുകയാണ് നന്ദു. നവീനേട്ടൻ നേരത്തെ എന്നോട് ഇക്കാര്യം പറയാമായിരുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം അനിയോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അനിയെ രൂക്ഷമായി ഒന്ന് നോക്കിക്കൊണ്ട് അവന്തിക അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം നവീന ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. നന്ദു തന്നെ സഹോദരനെ പോലെയാണ് കണ്ടിരുന്നതെന്നും അവൾക്ക് തന്നോട് പ്രണയമില്ല എന്നറിഞ്ഞപ്പോൾ നവീനെ അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അങ്ങനെ നവീൻ അനിയോട് പറയുന്നുണ്ട്, നന്ദുവിന് എന്നോട് പ്രണയമില്ല, അവൾ എന്നെ സഹോദരനെ പോലെയാണ് കാണുന്നത്. നന്ദുവിനോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് വളരെ മോശമായി പോയി. ഇനി അവളുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആകെ വിഷമത്തോടു കൂടി അനിയെ നോക്കുന്നുണ്ട്. ആ സമയം അനിയാണെങ്കിൽ വളരെ വിഷമത്തിലാണ്. നവീന് നന്ദുവിന് ഇഷ്ടമുള്ള കാര്യം താൻ നേരത്തെ അറിഞ്ഞതാണ്. പക്ഷേ ആ കാര്യം നന്ദുവിനോട് പറഞ്ഞില്ല. ആ പിണക്ക് എന്തായാലും നന്ദുവിനുണ്ടാകും. അതുകൊണ്ട് നന്ദുവിന് തന്നോട് ദേഷ്യമുണ്ടാകും എന്നൊക്കെ അനി ചിന്തിക്കുന്നുണ്ട്. ആ സമയം നവീൻ ചോദിക്കുന്നുണ്ട്, അനി നീ എന്താണ് ഈ ആലോചിക്കുന്നത്? അല്ല, നന്ദു വേറൊരു കാര്യം പറഞ്ഞല്ലോ, ബാക്കി കാര്യമെല്ലാം അനി പറഞ്ഞോളൂ എന്ന്. എന്താണ് ബാക്കി കാര്യം, പറ അനി എന്ന് നവീൻ ചോദിക്കുമ്പോൾ ആ സമയത്ത് ധൈര്യം സംഭരിച്ച് അനി അക്കാര്യം പറയുകയാണ്. താനും നന്ദു ഒരുപാട് കാലമായി പ്രണയത്തിലാണെന്നും നവീന് വിഷമമാകണ്ട എന്ന് കരുതി പറയാതിരുന്നതാണെന്നും അനി തുറന്നു പറയുകയാണ്. എന്നാൽ നവീൻ അത് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അങ്ങനെ നവീൻ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, ഇക്കാര്യം പറയാത്തത് വളരെ മോശമായി പോയി. എൻ്റെ മനസ്സ് ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞതാണ്. നിനക്ക് നന്ദുവിനോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നീ ആദ്യമേ തുറന്നു പറയണമായിരുന്നു. നീ എന്നെ ഒരു ഫ്രണ്ടായിട്ട് കാണുന്നില്ല എന്നൊക്കെ നവീൻ പറയുകയാണ്. ഇത്രയും കാലം നീ എന്നെ പൊട്ടനാക്കുകയായിരുന്നല്ലേ, നീ എന്നെ കോമാളിയാക്കുകയായിരുന്നു. നിന്നോട് ഇങ്ങനെ ചെയ്ത് നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ അനിയോട് കയർക്കുകയാണ്. അതേസമയം അനന്തപുരി തറവാട്ടിൽ നവീനും അവന്തികയും തമ്മിലുള്ള വിവാഹത്തിന്റെ ഒരുക്കങ്ങളിൽ ഒരുങ്ങുകയാണ്. നവീൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ അസ്വസ്ഥനായി നിൽക്കുകയാണ്. നന്ദുവിന് തന്നെ ഇഷ്ടമില്ല, പക്ഷേ ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയെ സ്വീകരിക്കേണ്ടി വരുന്നു എന്നൊക്കെ ഓർത്ത് ആകെ ടെൻഷനായി നിൽക്കുകയാണ് നവീൻ. അതേസമയം അനിയുടെ മനസ്സിലും ആകെ കുറ്റബോധമാണ്. നവീനോട് ആദ്യമേ തുറന്നു പറയാമായിരുന്നു, താൻ ചെയ്തത് വളരെ വലിയ തെറ്റാണ് എന്ന ചിന്തയൊക്കെ അനിയുടെ മനസ്സിൽ വരാൻ തുടങ്ങി. അതേസമയം നാഗേന്ദ്രൻ അവന്തികയോട് പറയുന്നുണ്ട്, മോളെ നവീനുമായുള്ള വിവാഹത്തിന് സമ്മതിക്കണം. നവീനുമായുള്ള വിവാഹം നടന്നാൽ നിയമപരമായ എല്ലാ പിന്തുണയും നമുക്ക് ലഭിക്കും. അതുകൊണ്ട് മോളെ വിവാഹത്തിന് സമ്മതിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നാഗേന്ദ്രൻ. ആ സമയം അവന്തികയും ചിന്തിക്കുന്നുണ്ട്, അച്ഛൻ പറഞ്ഞത് ശരിയാണല്ലോ. അങ്ങനെ അവന്തിക വിവാഹത്തിന് സമ്മതിക്കുകയാണ്. അതേസമയം അനിയും നന്ദുവും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. നീ ഇത്രയും കാലം എന്തിനാണ് എന്നോട് മറച്ചു വെച്ചതെന്ന്
ദേഷ്യത്തോടു കൂടി നന്ദു ചോദിക്കുന്നുണ്ട്. അങ്ങനെ നന്ദു അനിയെ പൂർണ്ണമായി അവഗണിക്കുന്നുണ്ട്. ഈ ഫോൺ വിളിച്ചാൽ പോലും നന്ദു എടുക്കുന്നില്ല. മറ്റുള്ളവർ പറഞ്ഞതെല്ലാം ശരിയാണെന്നും താനും അനിയും തമ്മിലുള്ള ബന്ധം ഒരിക്കലും ചേരില്ലെന്നും നന്ദുവിന്റെ മനസ്സിൽ വരികയാണ്. അങ്ങനെ നന്ദു ചിന്തിക്കുന്നുണ്ട്, അനി ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ സത്യം അറിഞ്ഞിരുന്നു. അന്നേ അവൻ ഇക്കാര്യം എന്നോട് പറയാമായിരുന്നു. അല്ലെങ്കിൽ നവീന് ഇത്രയും പ്രതീക്ഷ ഉണ്ടാകില്ലായിരുന്നു. നവീനോട് ചെയ്തത് വലിയ തെറ്റാണെന്ന ചിന്ത നന്ദുവിന്റെ മനസ്സിൽ വരാൻ തുടങ്ങി. അതേസമയം പിന്നീട് അവന്തികയുടെ എല്ലാ കള്ളത്തരങ്ങളും അനന്തപുരിക്കാർ കണ്ടുപിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനന്തപുരിയിൽ നിന്ന് അവന്തികയെ പുറത്താക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവന്തികയും നവീനയും തമ്മിലുള്ള വിവാഹം മുടങ്ങുകയും ചെയ്യുന്നുണ്ട്. ആ സമയം മുത്തശ്ശനും പറയുന്നുണ്ട്, അനി അനാമികയെ വിവാഹം കഴിച്ചതുപോലെ നവീന് അതുപോലൊരവസ്ഥ ഉണ്ടാകരുതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നവീനും അവന്തിയും തമ്മിലുള്ള വിവാഹം മുടങ്ങുകയാണ്. അതേസമയം അനിയും നന്ദുവും തമ്മിൽ ഒരുപാട് അകലുകയാണ്. അങ്ങനെ നന്ദുവിന്റെ ഈ പെരുമാറ്റം അനിയെ മാനസികമായി തകർക്കുന്നുണ്ട്. അങ്ങനെ അനി ബിസിനസ്സിലൊന്നും ശ്രദ്ധിക്കാനാകാതെ വളരെ മോശമായ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്.